നമസ്കാരം. ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രിയടക്കമുള്ള മന്ത്രിമാരുടെയും മറ്റു പലരുടെയും ഫോൺ ചോർത്തിയെന്ന ആരോപണത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ ഇടപെടലിൽ സർക്കാർ നീക്കം കരുതലോടെ മാത്രമാണ് ഉണ്ടാവുക. തൽക്കാലം മറുപടി നൽകില്ല. സർക്കാർ ഇതിനകം സ്വീകരിച്ച നടപടികൾ അടിയന്തരമായി അറിയിക്കണമെന്നാവശ്യപ്പെട്ട ഗവർണർ ബാഹ്യശക്തികൾക്ക് സ്വാധീനമുള്ള ചിലർ സർക്കാരിന്റെ അധികാരങ്ങൾ കവർന്നെടുക്കുന്നു എന്ന വിമർശനവും മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഈ കത്ത് അവഗണിക്കാനാണ് സാധ്യത. മുമ്പും ഗവർണറുടെ പല കത്തിനും മുഖ്യമന്ത്രി പ്രതികരിക്കാത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. പ്രതിപക്ഷത്ത് നിന്നുള്ള ആക്രമണവും ഘടകകക്ഷികളുടെ വിമർശനവും നേരിടുന്നതിനിടെയാണ് CPM-നും മുഖ്യമന്ത്രിക്കുമെതിരെ ഗവർണറും രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. ഇതിന് പിന്നിൽ സംഘപരിവാർ അജണ്ടയുണ്ടെന്നാണ് CPM വിലയിരുത്തൽ. ഫോൺ ചോർത്തലിലും DGP അന്വേഷണം നടത്തുന്നുണ്ട്. അതിനുശേഷമേ സർക്കാർ നിലപാടുകളിൽ എത്തുമെന്നാണ് ഇടതു കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. അതിനിടെ അൻവറിനെതിരെ കേസെടുക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഈ വിഷയത്തിൽ ഗവർണർ നിയമോപദേശം തേടുന്നുണ്ട്. സർക്കാരിൽ നിന്ന് മറുപടി വൈകിയാലുള്ള തുടർ നടപടികളാണ് ഗവർണർ ആലോചിക്കുന്നത്. ഫോൺ ചോർത്തൽ സംബന്ധിച്ച് PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിലാണ് സ്വമേധയാ ഗവർണറുടെ ഇടപെടൽ. ഇതിന് പിന്നിലെ രാഷ്ട്രീയം മുഖ്യമന്ത്രി തിരിച്ചറിയുന്നുണ്ട്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവരുടെ ഫോൺ സംഭാഷണങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ ചോർത്തുന്നതിനെ അതീവ ഗൗരവമായി കാണണം. സുപ്രീം കോടതി ഉത്തരവുകളുടെയും മാർഗനിർദ്ദേശങ്ങളുടെയും നഗ്നമായ ലംഘനമാണിതെന്ന് കത്തിൽ പറയുന്നു. സുപ്രീം കോടതി ഉത്തരവുകളുടെ കൂടി ചുവട് പിടിച്ച ഗവർണർ നടത്തിയ വിമർശനം സർക്കാരിനുള്ള സന്ദേശമായാണ് കരുതുന്നത്. തന്റെ കത്തിൽ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ഗവർണർ കോടതിയെ സമീപിച്ചേക്കും. ഗുരുതരമായ നിരീക്ഷണമാണ് ഗവർണർ നടത്തുന്നത്. MLA-യും ഒരു IPS ഉദ്യോഗസ്ഥരുമായുള്ള ഫോൺ സംഭാഷണത്തിന്റെ MLA പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പ് വളരെ ഗുരുതരമാണെന്ന് ഗവർണർ സൂചിപ്പിച്ചിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരും ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്നവരും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഉറപ്പിക്കുന്നതാണ് ഇവരുടെ സംഭാഷണമെന്ന് സുജിത് ദാസും അൻവറും തമ്മിലുള്ള ഫോൺ കോൾ പരാമർശിച്ച് ഗവർണർ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ ഇത്തരം വിഷയങ്ങളിൽ മൗനം പാലിക്കുന്നതാണ് നല്ലതെന്ന നിഗമനത്തിലാണ് മുഖ്യമന്ത്രി. ഫോൺ ചോർത്തിയെന്ന് വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ അൻവറിനെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെടുന്നുണ്ട്. MLA തന്നെ ഫോൺ ചോർത്തിയതായി പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തിയത് ഗുരുതരമായ കുറ്റമാണ്. ഇക്കാര്യത്തിൽ നിയമപ്രകാരമുള്ള നടപടികൾ വേണമെന്നാണ് കത്തിൽ ആവശ്യപ്പെടുന്നത്. അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇടപെടൽ. വിഷയം പ്രധാനപ്പെട്ടതാണെന്നിരിക്കെ ഇക്കാര്യത്തിലെടുത്ത നടപടി സംബന്ധിച്ച് അടിയന്തര റിപ്പോർട്ട് നൽകണമെന്നാണ് ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിലാണ് മറുപടി വൈകിപ്പിക്കാനുള്ള നീക്കം. രാജ്ഭവനിൽ നിന്ന് പ്രത്യേക ദൂതൻ വശം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കത്തെത്തിക്കുകയായിരുന്നു. ഫോൺ സംഭാഷണങ്ങളുടെ ലിഖിത രൂപവും കത്തിനൊപ്പം ചേർത്തിട്ടുണ്ട്. ഭരണപരമായ കാര്യങ്ങളിൽ സാധാരണ ഗവർണറുടെ സെക്രട്ടറി ചീഫ് സെക്രട്ടറിക്കാണ് കത്തയക്കുക. എന്നാൽ ഇപ്പോൾ ഗവർണർ നേരിട്ടാണ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചത്. താൻ തന്നെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ടെലിഫോൺ സംഭാഷണം ചോർത്തി റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് PV അൻവർ പറഞ്ഞിരുന്നു. ഇത് കുറ്റകരമായതിനാൽ അദ്ദേഹത്തിനെതിരെ നിയമ നടപടിയെടുക്കണമെന്നാണ് പ്രധാന ആവശ്യം. നന്ദി.